നമ്മുടെ എല്ലാവരുടെ ലൈഫിലും പ്രണയം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂവിയാണ് വേണമെങ്കിൽ ഈ മൂവി നിങ്ങൾക്ക് പറ്റിയതല്ല. ഇത് ഭയങ്കര സങ്കടമാക്കുന്ന ഒരു മൂവിയാണ്. ഇതൊരു പഴയ കാല മൂവിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ വെൽക്കം ടു പോപ്കോൺ മൂവീസ്. മൂവി തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്കറിയേണ്ടത് എന്ത് മൂവിയാണ്, എന്തിനാണ് ഈ ഗേൾ ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇതൊരു അടിപൊളി മൂവിയാണ്. അപ്പോൾ നമുക്ക് മൂവിയിലോട്ട് പോവാം. ഇവളാണ് ജൂഹി, നമ്മുടെ മൂവിയിലെ നായിക. സ്കൂൾ വെക്കേഷനിക്ക് ഗ്രാമത്തിലുള്ള അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ ഇറങ്ങിയതാണ് ജൂഹി. അപ്പോഴാണ് നമ്മുടെ നടനായിട്ടുള്ള ജുൻഹയും അവൻ്റെ കൂട്ടുകാരന്മാരും കുളത്തിലൊക്കെ ഇരുന്ന് കുറേ കളിക്കുന്നു. ഗ്രാമത്തിലത്തെ കുറച്ച് തലതിരിച്ച ഗാങ്ങിൽ പെട്ടതാണ് ഇവരെല്ലാവരും. ഇത് കാണുന്ന നമ്മുടെ നടൻ ജുൻഹയും ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, എടാ ഇത് ഏതാണ് ഈ ഒരു പുതിയ പെണ്ണ്, കാണാൻ നല്ല രസമുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എടാ നീ നോക്കല്ലേ, അവൾ ഏതോ പണക്കാരൻ്റെ വീട്ടിലത്തെ പെൺകുട്ടിയാണ്, ഇതൊന്നും നോക്കാതെ ജുൻഹ എന്താക്കും, ജൂഹിക്കൊരു ഹായൊക്കെ കൊടുക്കും. കാരണം അവളുടെ ഭംഗിയിൽ ജുൻഹ വീണിരിക്കണം. പക്ഷെ അവർ പ്രതീക്ഷിക്കാതെ ജൂഹി തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു ഹായ് കൊടുക്കും. ഇത് കണ്ടത് എല്ലാവരും അയ്യോ ഞങ്ങൾക്ക് ഹായ് തന്നെന്ന് പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷിച്ച് ആടിക്കളി. തമിഴ് ജീവിച്ചുകൊണ്ട് തന്നെ നാട്ടിലത്തെ കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ അവൾക്ക് പുതിയതായിരുന്നു. അത് മുതലെടുക്കുകയാണ് ജുൻഹ. അവന് ചാണകത്തിലൊക്കെ കൈമുക്കിയിട്ട് വലിയ ഹീറോൻ്റെ പോലെയൊക്കെ നിൽക്കും. അപ്പോൾ അവൾക്ക് ഇതെന്തെന്ന് അറിയാത്തതുകൊണ്ട് അവൾക്ക് ചാണകം എന്നറിയില്ല. അവളത് വന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അവൾ ചാണകമാണെന്ന് അറിയില്ല. അവളെ വിചാരിച്ചത് എന്തോ വലിയ സംഭവമാണെന്നാണ്. അതിനുശേഷം ജൂഹി പറയും, ഞാൻ ഈ ഗ്രാമത്തിൽ പുതിയതാണ്, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടം, എനിക്ക് ഈ ഗ്രാമമൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന്. ഇത് കേട്ട ജുൻഹൻ്റെ മനസ്സിൽ ലഡു പൊട്ടാണ്. അവനെങ്ങോട്ട് ഓ പിന്നല്ല നാളെ തന്നെ കാണിച്ചു തരാം. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് ജൂഹിനെ വെയിറ്റ് ചെയ്യണം. ഒരു തോണിയിലാണ് അവർ പോണത്. അപ്പുറത്തുള്ള കരയ്ക്കാണ് പോണത്. ജൂഹി ആണെങ്കിൽ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പോണിടക്ക് ജൂഹിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളുടെ ഭംഗിയിൽ അവൻ വീഴുന്നുണ്ട്. അങ്ങനെ അവർ അപ്പുറത്ത് കരയിലെത്തി. ഒരു പ്രേതാലയം പോലത്തെ ഒരു വീട്ടിലേക്കാണ് അവർ പോണത്. ജൂഹി ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ജുൻഹ പറയുന്നുണ്ട്, ഇവിടെ പ്രേതമുണ്ട്, നീ പേടിക്കണമെന്നൊക്കെ. ജൂഹിക്ക് എന്തറിയാം. അങ്ങനെ ഇവരിങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് ജൂഹി ഒരു കുഴിയിൽ ഒറ്റ വീഴ്ച വീഴും. അങ്ങനെ അങ്ങോട്ടേക്ക് വന്ന് ജുൻഹ രക്ഷിക്കണൊക്കെ ഉണ്ട്. പെട്ടെന്ന് അവരുടെ ബാക്കിൽ കൂടെ ആരോ ഒരാൾ ഓടിപ്പോവും. ഇത് കണ്ടിട്ട് ജുൻഹ പേടിക്കും. അങ്ങനെ അവരെന്താ നോക്കാൻ വേണ്ടി പോകും. ഒരു ഡോറ് കാണും. അത് കണ്ട് ജുൻഹ പേടിച്ചോടും. ജൂഹി ഇവനെന്ന് ഞാൻ പേടിച്ചോടും, ഞാനും കൂടെ പോയി നോക്കട്ടെ. അങ്ങനെ ജൂഹി അവിടെ പോയി നോക്കുന്ന ടൈമിൽ മുടിയൊക്കെ വളർത്തിയ ഒരാൾ ആ ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. നോക്കുമ്പോൾ ആരാ, ആ വീട്ടിലെന്ന് പറഞ്ഞാൽ കാശൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ പേടിച്ചിട്ട് അയ്യോ ഇവിടെ നമുക്ക് പോവാം, അവിടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പേടിച്ച് അവിടുത്തെ പോവും. കുറച്ച് ഇരിക്കണമൊക്കെ ഉണ്ട്, എന്നാലും പേടിച്ചിട്ട് പോവും. പക്ഷെ അവർക്ക് അത് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അവർ തിരിച്ചു പോകാൻ നിൽക്കുന്ന ടൈമിൽ നല്ല മഴ ആയിരിക്കും. അവർ വന്ന തോഴിയാണെങ്കിൽ വെള്ളത്തിൽ ഒഴുകി ഒഴുകി അപ്പുറത്തേക്ക് എത്തി. ഇവർ നീ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഇവർ രണ്ടുപേരും ആ മഴയത്ത് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഓടി നടക്കും. നല്ല രസമാണ്, ഭയങ്കര റൊമാൻറ്റിക്. നമ്മൾ കുഞ്ഞിതായിരിക്കുമ്പോൾ ആ ലവ് ഭയങ്കര രസമല്ലേ. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല രസത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇവരെ നനഞ്ഞ തുണിയൊക്കെ ജുൻഹ കൊടുത്ത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരൊരു തണ്ണിമത്തനെടുത്തിട്ട് അവൻ്റെ കൈയോടുക്കനെ മുറിക്കും. ഇത് കണ്ട് ജൂഹി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അവളെ ലൈഫിൽ ആദ്യമായിട്ടാണ് കൈ വെച്ച് ഇങ്ങനെയൊക്കെ മുറിക്കണത്. അങ്ങനെ അവർ ആ മഴയത്ത് കാറ്റൊക്കെ കൊണ്ട് ആ ചക്കരമത്തൊക്കെ തിന്നും. അപ്പോഴൊക്കെ ജൂഹിൻ്റെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടം ജുൻഹനോട് വരുന്നുണ്ട്. ജുൻഹക്ക് ഓൾറെഡി അവളെ ഇഷ്ടമാണ്. അങ്ങനെ രാത്രിയിൽ അവൻ അവളെ മേലത്തൊക്കെ കയറ്റി കൊണ്ടുപോയി ഒരു പാലത്തിൽ കൂടെ ഒക്കെ നടക്കും. ഇതൊക്കെ കാണുമ്പോൾ ജൂഹിക്ക് ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ ജൂഹിൻ്റെ അടുത്തേക്ക് ജുൻഹ എന്താക്കും, ഒരു മിന്നാമീനെ പിടിച്ചിട്ട് അവളെ അടുത്തേക്ക് കൊണ്ടുവരും. അത് കണ്ടതും ജൂഹിയുടെ മനസ്സിൽ ടപ്പ് ടപ്പ് ജുൻഹനോട് ഒരു ഇഷ്ടം ഇങ്ങനെ കൂടും. എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയാണല്ലോ. അങ്ങനെ അവർ തിരിച്ച് കരയിലേക്ക് എത്തുമ്പോൾ അച്ഛനും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ദേഷ്യത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവർക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ജൂഹി എന്താക്കും, കഴുത്തിലുള്ള മാല ജുൻഹക്ക് കൊടുത്തിട്ട് പറയും, എന്നെ നീ എപ്പോഴും ഓർക്കണം, ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല, കാരണം നീ എനിക്ക് കുറേ മെമ്മറീസ് ഒക്കെ തന്നു. അങ്ങനെ ജൂഹിനെ അവളുടെ അച്ഛന് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ ജുൻഹക്ക് നല്ലൊരു അടി കൊടുക്കും. ഇനി മേലാൽ എൻ്റെ മോളടുത്തേക്ക് നീ വന്നു പോവരുന്ന് പറഞ്ഞിട്ടാണ് പോണത്. കാരണം ഇവർ വലിയ വീട്ടിലത്തെ കുട്ടിയാണ്, പക്ഷെ ഇവനാണെങ്കിൽ ഒരു പാവ വീട്ടിലത്തെ കുട്ടി. പിറ്റേ ദിവസം സ്കൂളിൽ ജുൻഹ ഭയങ്കര ജൂഹിനെ കുറിച്ച് ആലോചിക്കായിരിക്കും. അങ്ങോട്ടേക്കാണ് ജുൻഹൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സൂഷി വരുന്നത്. സൂഷി പറയുകയാണ്, പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട്, എടാ എനിക്ക് പെണ്ണ് സെറ്റായിട്ടുണ്ട്, ഞാൻ ഇവളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ കല്യാണം കഴിക്കാൻ പോവുക. ആടാ കുഞ്ഞായിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ രണ്ട്
പേരുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചതാണ്, ഞങ്ങൾ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആണ്, അപ്പോൾ അവൾക്ക് വേണ്ടി നീ ഒരു ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചെടുക്കും. ഫോട്ടോ കണ്ടതും ജുൻഹ ആകെ ഞെട്ടും. നോക്കുമ്പോൾ ആരായിരുന്നു? അത് ജൂഹി ആയിരുന്നു. ആദ്യം ഞെട്ടെങ്കിലും സാല കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അവൻ്റെ പേരും പറഞ്ഞിട്ട് ജുൻഹാണ് ജൂഹിക്ക് ലെറ്റർ എഴുതി കൊടുത്തിരുന്നത്. പാവ സൂഷിക്ക് അറിയില്ലല്ലോ ജുൻഹ ഓൾറെഡി ജൂഹിനെ വളച്ച് വെച്ചിരിക്കണമെന്ന്. ഇതൊന്നും അറിയാത്ത സൂഷി ഇവനെ കൊണ്ട് ലെറ്റർ എഴുതിപ്പിക്കുകയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് പോയി ജൂഹിക്ക് വേണ്ടി ജുൻഹ ലെറ്റർ എഴുതി കൊടുക്കും. അത് കൊണ്ടെടുക്കാൻ നമ്മുടെ സൂഷി. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ജൂഹി വരെ സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടി വരികയാണ്. ഒരു പിയാനോ വായിക്കാൻ വേണ്ടിയാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇത് കണ്ട് ജുൻഹക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ജൂഹിനെ കാണുന്നത്. ജൂഹിയാണെങ്കിൽ ഭയങ്കര മനോഹരമായിട്ട് പിയാനോ റീഡ് ചെയ്യും. ഇത് കാണുന്ന അവളുടെ അടുത്തേക്ക് പോകാൻ ജുൻഹക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയതും ഇവന് വലിയൊരു ഫ്ലവറിൻ്റെ ബൊക്കായിട്ട് ഇവളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കും. പക്ഷെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവളത് കാണുന്നില്ല. പെട്ടെന്ന് കുറേ ആൾക്കാരുടെ ഇടയിൽ ജുൻഹനെ കാണുന്ന ഇവൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇവർ രണ്ടുപേരും കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അവൻ്റെ അടുത്തേക്ക് പോകാൻ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത് അവളുടെ അച്ഛനും അമ്മയും നിൽക്കണോണ്ട് തന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് പോകാൻ അവൾക്ക് പറ്റുന്നില്ല. അവർ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാവും. ജൂഹിയുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത വിഷമത്തിൽ ജുൻഹ ഒറ്റയ്ക്കൊരു കസാലിൽ പുറത്തിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് എന്തോ തെരഞ്ഞു വരുന്ന പോലെ ജൂഹി ഓടി വരുന്നുണ്ടാവും. ഇത് കണ്ടതും ജുൻഹക്ക് മനസ്സിലായി എന്നെ അന്വേഷിച്ചിട്ടാണ് അവൾ ഓടി വരുന്നത്. ജുൻഹ ആണെങ്കിലും അവളുടെ അടുത്തേക്ക് സന്തോഷത്തിൽ ഓടിപ്പോവും. പക്ഷെ രണ്ടുപേരും വേറെ സ്ഥലത്തായതുകൊണ്ട് അവളെ തപ്പുന്ന സ്ഥലത്ത് ഒന്നും ജുൻഹയില്ല. അവൾക്ക് ഭയങ്കര സങ്കടം. അയ്യോ ജുൻഹ പോയല്ലോ, നമുക്ക് ഒരു പ്രാവശ്യം പോലും കാണാൻ പറ്റിയല്ലോ. അങ്ങനെ അവൾ പുറത്ത് നോക്കുമ്പോൾ അതാ അവിടെ ജുൻഹ നിൽക്കുന്നു. അങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കുറേ നാൾക്ക് ശേഷം നേരിൽ കാണണം. പക്ഷെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ കുറേ നേരം കണ്ണും കണ്ണും നോക്കി രണ്ടാൾക്കും എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവൻ എന്നിട്ട് കയ്യിലുള്ള ഫ്ലവറൊക്കെ അവൾക്ക് കൊടുക്കും. 걱정 많이 했어요. 더 연습해야 돼요. 사람들이 기다리고 있어요. 몰래 빠져나왔거든요. ഇതിന് ശേഷം രണ്ടാൾക്കാർക്കും ഇഷ്ടമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയം അവിടെ തുടങ്ങുകയാണ്. രണ്ടുപേരും ലെറ്റേഴ്സൊക്കെ എഴുതാൻ തുടങ്ങി. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. പ്രണയത്തിൻ്റെ തുടക്കത്തിലുണ്ടാവുന്ന ആ ഒരു രസകരമായ നിമിഷങ്ങൾ ഉണ്ടാവില്ല, അതാണ്. രണ്ടുപേരും അവരുടേതായ ഒരു ലോകത്തായിരിക്കും. ഇത് കാരണം സൂഷി ഒന്നും അറിയാതെ എടാ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻക്കാണത് പറയാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം പിന്നെയും നമ്മുടെ ജൂഹി ഇവരുടെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് അവർ രണ്ടുപേരും വീണ്ടും കാണണം. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് വന്ന് സൂഷി ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരറിയാത്ത ആൾക്കാരെ പോലെ നിൽക്കണം. അവർ കൂട്ടായി നിൽക്കണോണ്ട് തന്നെ ആരും കാണാതെ ഒളിച്ച് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. രണ്ടാൾക്കാരും കുറേ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആർക്കും മനസ്സിലാവില്ല, കാരണം അവർ കൂട്ടായിട്ടാണല്ലോ നിൽക്കുന്നത്. പരിപാടി കഴിഞ്ഞ് സൂഷി ഇവളെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ജുൻഹക്ക് ഭയങ്കര സങ്കടം. എല്ലാ കപ്പിൾസും ഉണ്ടാവണ പോലെ തന്നെ വിട്ടു നിൽക്കുമ്പോഴുള്ള ഒരു വിഷമം. അങ്ങനെ സൂഷി ഇവളെ ബായി പറഞ്ഞ് ഇവളെ വീട്ടിൽ കൊണ്ടാക്കും. വീട്ടിലെത്തിയപ്പോഴും ഇവൾക്ക് ഭയങ്കര സങ്കടം. നോക്കുമ്പോൾ പുറത്തൊരു ലൈറ്റ് ഇങ്ങനെ കത്തണം. നോക്കുമ്പോൾ അവിടെ ആരാ? ജുൻഹ ആഴെ ഇരട്ടത്തെ സ്റ്റെപ്പിൻ്റെ അടിയിൽ ഇവളെ വീട്ടിൽ നിൽക്കുക. ഇത് കാണുമ്പോൾ ജൂഹിക്ക് ഭയങ്കര സന്തോഷം. അവളോട് ഓടി ചെന്ന് അവനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. അവിടെ പ്രണയം കൊണ്ട് അവിടെ ഫുള്ള് നിറയാണ്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് പോയി ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ്. അങ്ങനെ ഒരു ദിവസം ജൂഹി പറയാണ്, എൻ്റെ വീട്ടിലെ ചെറുപ്പത്തിലേ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്നു. ഞാൻ എന്താ ചെയ്യാൻ? നമുക്ക് ഒട്ടും ഇഷ്ടമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാവണം, നമ്മളിനി എന്ത് ചെയ്യും? 우린 아무것도 할 수 있는 일이 없어. 그런 소리 하지 마. 무슨 방법이 있을 거야. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം സൂഷി ഒരു ബൊക്കെയിട്ട് ജൂഹിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾറെഡി നമ്മളെ വീട്ടിൽ നമ്മൾ രണ്ടുപേരെ കല്യാണം ഉറപ്പിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി അടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നിന്നെ ഓൾറെഡി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സൂഷി ഒരു കിസ്സൊക്കെ കൊടുത്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യണം. ഇവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ച് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലായിരുന്നു ഫുൾ സീനാവും. പാവ സൂഷിക്ക് ഇതൊന്നും അറിയാതെ റിയൽ ആയിട്ട് അവളെ പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാണെന്നൊക്കെ പറയണം. ജൂഹിക്ക് എന്ത് ചെയ്യുന്നറിയില്ല. അവനോട് പറയണം നമുക്ക് ബ്രേക്കപ്പ് ചെയ്ത് വീട്ടിലായിരുന്നു എന്തായാലും ഭയങ്കര പ്രശ്നമാവും, നീ എന്നെ കാണാനൊന്നും വരരുത്. ജൂഹിക്ക് ഭയങ്കര വിഷമമാണ്, അവന് ഇഷ്ടമാണ്. പക്ഷെ എന്താ ചെയ്യുക? പിറ്റേ ദിവസം ഒരു മഴയത്ത് പാവ ജൂഹിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ ജൂഹി പറയാം, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, നിന്നെ ഞാൻ ഒരിക്കലും ഇനി മൈൻഡ് ആക്കില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇതുകൂടെ കേട്ടപ്പോൾ അവൻ ആകെ തളരും. അവന് മഴയത്തിരുന്നിട്ട് ഇനി എന്ത് ചെയ്യും? പക്ഷെ അവൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നായിരുന്നു. അവൻ പിന്നാലെ അവളെ വീട്ടിലേക്ക് പോകും.
ജൂഹി അങ്ങനെ വിഷമത്തിൽ പോയപ്പോൾ ജുൻഹക്ക് പെട്ടെന്ന് ഒരു ഐഡിയ മുറ്റക്ക് വരികയാണ്. അവൻ വേഗം ചെന്ന് സൂഷിനോട് പറയാണ്, ഞാനും ജൂഹിയും കുറെ നാളായിട്ട് പ്രണയത്തിലാണ്. 지금까지 너 몰래 사귀고 있었어. 이 목걸이도 사실은 여름방학 때 주희가 준 거야. സൂഷിയാണെങ്കിൽ ഒന്നും പറയണ്ടാവില്ല, ചിരിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് അവൻ പറയും, ആ നെക്ലേസ് എന്നത് ഒരിക്കലും അച്ഛൻ അറിയാൻ പാടില്ല. അച്ഛൻ അറിഞ്ഞത് വലിയ പ്രശ്നമാവും. ഈ നെക്ലേസ് കാരണമാണ് ഞങ്ങളുടെ കല്യാണം റെഡി അതന്നെ. അതുകൊണ്ട് ഇത് അച്ഛൻ ഒരിക്കലും അറിയരുത്. അച്ഛൻ നീ വിചാരിക്കണ പോലെയല്ല എന്നൊക്കെ പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ലവിന് വേണ്ടിയിട്ട് സൂഷി ഒപ്പം നിൽക്കണം. പാവൻ സൂഷി സ്വന്തം ഫ്രണ്ടിന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവനായിട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സൂഷി കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പഴയ പ്രണയം തുടരുകയാണ്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. ലെറ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതും. പക്ഷെ ഇവരുടെ സന്തോഷം കുറേ കാലം നിന്നില്ല. ഈ ലെറ്റേഴ്സ് ഒരു ദിവസം അച്ഛൻ അറിയാണ്. അങ്ങനെ അച്ഛനക്ക് ഭയങ്കര ദേഷ്യം വരും. അച്ഛനക്ക് മനസ്സിലാവാണ് സൂഷി ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും പ്രണയിച്ചത്. അരയിലത്തെ ബെൽറ്റ് ഊരിയിട്ട് സൂഷിനെ കുറേ അടിക്കണം. പാവൻ സൂഷിക്കൽ അച്ഛനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നീ അറിഞ്ഞിട്ടല്ലാടെ അവരെങ്ങനെ ലവ് ചെയ്ത്, നിനക്ക് നോക്കി വെച്ച പെണ്ണല്ല, എന്നിട്ട് നീ അവരെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അടിക്കും. പാവം തോന്നി എനിക്ക് സൂഷിനെ. പിറ്റേ ദിവസം സൂഷി അരയിലത്തെ ബെൽറ്റ് ഊരിട്ട് ജുൻഹയോട് പറയാണ്, ഇത് വെച്ചിട്ട് എന്നെ കുറേ അടിച്ചു, ഞാൻ എന്താ ചെയ്യുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ജൂഹിയെ നല്ലപോലെ നോക്കണം, ഞാൻ എന്താ ഇതിനേക്കാളും നല്ലത് ഞാൻ മരിക്കണമെന്നൊക്കെ പറഞ്ഞ് അവന് കുറേ ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജുൻഹയ്ക്ക് എന്തോ ഒരു ഡൗട്ട്, എന്തെങ്കിലും ഇവന് ചെയ്യുമോ, പക്ഷെ അറിയില്ല ഇവൻ എന്താ ചെയ്യാൻ പോണെന്ന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സൂഷിനെ അവിടെ ഒന്നും കാണത്തില്ല. അങ്ങനെ സൂഷിനെ തപ്പി നോക്കുമ്പോൾ അവന് ആകെ ഷോക്കാണ്. ഒരു കാഴ്ചയാണ് കാണുന്നത്. അവന് കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അവനക്ക് ഭയങ്കര വിഷമം. അവിടെ സൂഷി നീ എന്താടാ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൻ കരഞ്ഞ് അവനെ കുറേ വിളിക്കുന്നുണ്ടാവും. പക്ഷെ അവനക്ക് ഒരു എനക്ക് ഉണ്ടാവില്ല. ജുൻഹ വേഗം തന്നെ സൂഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങോട്ടേക്ക് ജൂഹി കാണാൻ വരും. ജൂഹി നല്ല ഷോക്കാവും. അവളുടെ കാരണം അതുപോലെ തന്നെ ജുൻഹന്റെ കാരണമാണ് പാവമായിട്ടുള്ള സൂഷിക്ക് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. അവൾക്ക് എന്താ ചെയ്യാന്നറിയില്ല. അവൾക്ക് അവളുടെ കസിനായിട്ടുള്ള സൂഷിനെ വേണം, അതുപോലെ തന്നെ നല്ല ഇഷ്ടപ്പെട്ട ജുൻഹനെ വേണം. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു അവസ്ഥ കാണുന്ന ജുൻഹക്ക് ഭയങ്കര മനസ്സിലൊരു റിഗ്രറ്റാണ്. അവൻ്റെ കാരണമാണ് സൂഷിക്ക് ഈ ഒരു അവസ്ഥ വരുന്നത്. അതുപോലെ തന്നെ ജൂഹി ഇതുപോലെ കരഞ്ഞോണ്ടേയിരിക്കണത്. അങ്ങനെ അവനവൻ്റെ മനസ്സിൽ എന്തോ വിചാരിക്കുകയാണ്. പിന്നെ അടുത്തതിൽ ജൂഹി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജുൻഹനെ കാണുന്നില്ല. അവിടെ ആ ചെയിൻ, അവൾ മുന്നേ കൊടുത്ത ചെയിൻ അവിടെ കൊളുത്തിട്ടിട്ടുണ്ടാവും. അവിടെ ജുൻഹനെ കാണുന്നില്ല. ഇവൾ എവിടെ ജുൻഹ എവിടേക്കാണ് പോയത്? അവളവിടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കൊന്നും ജുൻഹനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ജുൻഹ എവിടേക്കാണ് പോയത്? അവൾക്ക് കൂടുതൽ വിഷമം. ഒരു സൈഡിൽ കസിൻക്ക് വയ്യ, അപ്പുറത്തെ സൈഡിൽ ജുൻഹനെയും കാണില്ല. അവൾ ആൾക്കാരുടെ ഇടയിൽ കുറേ ജുൻഹനെ നോക്കുന്നു. പിന്നെ അവൾക്ക് മനസ്സിലായി ഇനി നോക്കിയിട്ട് കാലം, ഇനി എന്തായാലും കാണാൻ പറ്റില്ല, അവൻ എന്തായാലും എന്നെ വിട്ട് പോയെന്ന് മനസ്സിലാവും. അങ്ങനെ അവൾ അവൻ്റെ ഓർമ്മയൊക്കെ ആലോചിച്ച് അവനിങ്ങനെ കുറേ വർഷം നീക്കുകയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. സൂഷിൻ്റെ അസുഖമൊക്കെ മാറി. അങ്ങനെ ഒരു ദിവസം സൂഷി ജൂഹിനോട് പറയാണ് ജുൻഹനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ജുൻഹ ഒരു ആർമിയിൽ ചേർന്നിരിക്കുകയാണ്. അവൻ ഇനി അടുത്തുള്ള ഏതോ ഒരു ദിവസം വരും, അപ്പം നിനക്ക് അവനെ കാണാനൊക്കെ. ജൂഹി ഒന്നും കൂടി ജുൻഹനെ കാണാൻ വേണ്ടി പോവാണ്. കുറേ ആൾക്കാർ, സോൾജേഴ്സ് വരുമ്പോൾ അറിയാലോ, കുറേ ആൾക്കാർ കാണാനുണ്ടാവും. ആ ഒരു കൂട്ടത്തിൽ ജൂഹിയും ജുൻഹനെ തപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കുറേ നോക്കുമ്പോണ്ടാവും ഒരു സൈഡിൽ ജുൻഹ നിൽക്കണം. ജുൻഹ അവളെ മൈൻഡേ ചെയ്യണ്ടാവില്ല. ഇഷ്ടപ്പെട്ട പെൺകുട്ടിനെ കാണുമ്പോൾ അടുത്ത് പോകാൻ ജൂൻഹക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ കാരണം ജൂഹി ഇനി കരയരുത്, അവള് കുറേ കരയിരിക്കണം, ഇനിയും കരഞ്ഞാൽ ഇവനക്ക് ഭയങ്കര മനസ്സ് താങ്ങില്ല. അതാണ് ഇങ്ങനെ മൈൻഡാക്കാതിരിക്കണത്. ജൂഹി ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. കരഞ്ഞിട്ട് ജുൻഹ ഒന്ന് നോക്കുന്നു പറഞ്ഞ് ട്രെയിനിൻ്റെ പിന്നാലെ വരെയാണ്. ജുൻഹക്ക് ലാസ്റ്റ് അവളിങ്ങനെ കരയണം കാണുമ്പോൾ മനസ്സ് തോന്നാതെ ജുൻഹ ജൂഹിയുടെ അടുത്തേക്ക് പോവാണ്. ചില സന്തോഷങ്ങളൊന്നും കുറേ കാലം നീണ്ടു നിൽക്കില്ല. ഇവള് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ജുൻഹ നീ ജീവനോടെ വരണം, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഇത് കേൾക്കുന്ന ഇവനക്ക് ഭയങ്കര സങ്കടം. ഇഷ്ടപ്പെട്ട ആളൊന്ന് മനസ്സിൽ അടുത്തെത്തി സംസാരിക്കാനും പോലും പറ്റത്തില്ല. അങ്ങനെ ആ ചെയിൻ അവന് കഴുത്തിലിടും. രണ്ടുപേരും ഈ ചെയിനിലൂടെയാണ് അവരുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്നത്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോകും. ജൂഹിനെ ആലോചിച്ചിട്ടാണ് ഓരോ ദിവസം ഇവൻ ആർമിയിൽ വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ജൂഹി നാട്ടിലും ജുൻഹനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിക്കാതെ അവനക്ക് വലിയൊരു അപകടം ഉണ്ടാവുകയാണ്. ഇവൻ മരിച്ചു പോയെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഇവൻ ആ ചെയിൻ എടുത്തിട്ട് അവളുടെ ഓരോ ഓർമ്മകൾ ആലോചിച്ചിട്ട് അവനവിടെ കിടക്കണം. പിന്നെ രണ്ടാളെ ലൈഫിൽ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അതിന് കുറേ നാൾ കഴിഞ്ഞു പോയി. ജുൻഹ നാട്ടിലേക്ക് വരികയാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് ജൂഹി വെയിറ്റ് ചെയ്യണം. കുറേ നാൾക്ക് ശേഷം ഇഷ്ടപ്പെട്ട ആ ഓരോ ചെക്കനെ കാണുമ്പോഴുള്ള സന്തോഷമാണ് ജൂഹിയുടെ മുഖത്ത്. കുറേ നാളത്തെ കാത്തിരിപ്പാണ് ഇപ്പൊ സ്വപ്നം പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജുൻഹ കാണുമ്പോൾ ഒരു വികാരം, ഇതിൽ ഓരോ കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിലും മുഖത്ത് ഒരു മാറ്റമില്ല. അതാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജൂഹിയാണ് കുറേ കരയുന്നുണ്ട്.
ഇവൻ എന്താ എന്നെക്കുറിച്ചൊന്നും ചോദിക്കാതെ ഇവനക്ക് എന്താ പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ നേരെ നോക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്കാണ്. കുട്ടിയെ നോക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജൂഹിക്ക് മനസ്സിലാവും ഇവൻ കല്യാണം കഴിഞ്ഞ് ഇവനക്ക് കുട്ടിയൊക്കെ അയക്കണമെന്ന്. അങ്ങനെ ഇവൾ ആകെ സങ്കടമായിരിക്കും. അങ്ങനെ ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ കാണുന്നില്ല ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്ക് ഒന്നും തോന്നുന്നില്ല, ഇത്ര കാലം നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും പറയാനില്ലെന്ന്. അപ്പോൾ അവൻ പറയണേ, നമ്മൾ ശരിക്കും കുറച്ച് കാലം കണ്ടിട്ടുള്ളൂ, മര്യാദക്കൊന്നും സംസാരിക്കാനോ മര്യാദക്കൊന്നും ലവ് ചെയ്യാനോ നമുക്ക് പറ്റില്ല, പിന്നെ നീ എന്താ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനൊക്കെ. ഇവളങ്ങ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവനൊക്കെ മറച്ചു വെക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ആ നെക്ലേസിൽ വരെ കുറേ ഓർമ്മകൾ സൂക്ഷിച്ച ആ നെക്ലേസ് അത് കൊടുത്തിട്ട് പറയാം നീ ഇത് വെച്ചെന്ന്. പക്ഷെ ഇവൾ അത് മേടിക്കുന്നില്ല. എന്നിട്ട് പറയാം നീ സന്തോഷമായിരിക്കണം, നീ കല്യാണം കഴിച്ച് നല്ല ഹാപ്പി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വീട്ടുകാർ പറഞ്ഞ പോലെ ജൂഹി സൂഷിനെ കല്യാണം കഴിക്കുന്നത്. അവരുടെ കല്യാണ ഫോട്ടോയിൽ ഇവളുടെ കണ്ണിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ടല്ല കല്യാണം കഴിച്ചത്, വേറൊരു വഴിയില്ലാതെയാണ് രണ്ടുപേരും കല്യാണം കഴിച്ചത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു അവളുടെ മനസ്സിൽ ഇപ്പോഴാ കുട്ടിക്കാലത്ത് പ്രണയം തന്നെയാണ്. എത്രയൊക്കെ വലുതായാലും ആ ഒരു ഓർമ്മ അവളുടെ മനസ്സിലുണ്ടാവും. അവൾക്കൊരു കുട്ടിയായി അവൾ പണ്ടത്തെ ആ സ്ഥലത്ത് വന്നപ്പോൾ അവളുടെ ഓർമ്മ മൊത്തം ജുൻഹൻ്റേതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ബാക്കിൽ കുറച്ച് ആൾക്കാർ മരിച്ച സാധനമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ പറയാണ് ഇത് ജുൻഹ മരിച്ചതിൻ്റെ ആണ്. ജുൻഹ മരിക്കണതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ ജൂഹിക്ക് ഇത് കൊണ്ടു കൊടുക്കണം, കാരണം അവനക്ക് കൊണ്ടു കൊടുക്കാൻ വേറെ ആരുമില്ല. ഇത് കേട്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടമാവും. കാരണം അന്ന് അവനപ്പോൾ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു കല്യാണം കഴിച്ച് കുട്ടിയായി എന്നൊക്കെ. ഇവളെ ഇനി സങ്കടപ്പെടുത്തരുത്, ഇനി അവൻ കാരണം കരയരുത് എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടാണ് അവൻ ഈ ഒരു കാര്യമൊക്കെ ചെയ്തത്. അവളവിടെ പൊട്ടി പൊട്ടി കരയാണ്. കാരണം അവളുടെ ജീവിതത്തിൽ ഇഷ്ടം തോന്നിയ ഒരേ ഒരു ചെക്കൻ എന്ന് പറഞ്ഞാൽ ജുൻഹയാണ്. കുറേ ഓർമ്മകൾ സമ്മാനിച്ച ഒരേ ഒരു പയ്യൻ. പക്ഷെ അവൻ്റെ കൂടെ സന്തോഷത്തിൽ ജീവിക്കാൻ അവൾക്ക് സാധിച്ചില്ല. അങ്ങനെ അവൾ ഒരു കാര്യം ആലോചിക്കണം, ഇനിയുള്ള കാലം ആ കുട്ടീൻ്റെ കൂടെ സന്തോഷത്തിൽ ജീവിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ അവളുടെ ജീവിതത്തിൽ വന്നാലും അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതും അതുപോലെ ഇഷ്ടപ്പെട്ട ആൾ ജുൻഹയായിരിക്കും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ മൂവിയോട് അവസാനിക്കണം. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായോ? എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.